അപ്പോൾ നമുക്ക് കാര്യത്തിലോട് കിടക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് എലക്ട് ചെയ്തു എന്നുള്ളത് അല്ലേ. ഇത് കണ്ട് ഞെട്ടിത്തെരിച്ചത് മാത്രമല്ല, സൊഹ്റാൻ മംദാനി അങ്ങ് സ്റ്റേജിലോട്ട് വന്നിട്ട് 4 ഡയലോഗ് അടിച്ച് എൻ്റെ പൊന്നു തമ്പുരാനേ. ഞാൻ വിചാരിച്ചു നമ്മുടെ മോദിജിക്കൊക്കെ 4 പ്രൈസ്തലോട് പറയുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞെന്താണെന്നറിയോ? സൊഹ്റാൻ എന്ന് പറഞ്ഞത് നെഹ്റുവിൻ്റെ വാക്കുകൾ എടുത്തിട്ടായിരുന്നു സൊഹ്റാൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം. കേട്ടു നോക്കാം. Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. ഇതങ്ങോട്ട് കേട്ടപ്പം കുരു അങ്ങോട്ട് പൊട്ടി നമ്മുടെ മോദിയൊക്കെ നായിക്ക് 40 വട്ടം വന്നിട്ട് ഓരോ സ്റ്റേജിലും അവിടെയും ഇവിടെ കിടന്ന് ചിലക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നെഹ്റു ഉള്ളത് കൊണ്ട് നമ്മൾ ഇതായി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മൂന്തി കെട്ടി അങ്ങ് മേലെത്തി എന്നാണ് പറയുന്നത്. നെഹ്റു ഉള്ളത് കൊണ്ടൊക്കെ എന്തായി എന്നുള്ളതേ ലോകത്തുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ബോധവും വിവരമുണ്ട്. ഏത് വട്ടം നെഹ്റുവിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന, അല്ലെങ്കിൽ വൃത്തികെട്ട വർത്താനം പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അതിന് മൂട് താങ്ങി നടക്കുന്ന മറ്റൊരു അമിട്ടും. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇതേ നെഹ്റുവിനെ പറ്റിയാണ് സൊഹ്റാൻ മംദാനി പറഞ്ഞത്. അതായത് ഒന്നുമില്ലാത്തോടത്ത്, അതല്ലെങ്കിൽ ഒരു പഴയതെന്ന് പുതിയതിലോട്ടുള്ള തുടക്കം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നെഹ്റു പറഞ്ഞ വാക്കുകൾ ന്യൂയോർക്കിൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് മാറി ന്യൂയോർക്കിനെ ഒരു പുതിയ ന്യൂയോർക്കിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രസംഗമായിരുന്നു. എന്ത് രസമായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്. അതായത് എമിഗ്രൻസ് ഉള്ളത് കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു സിറ്റി, എമിഗ്രൻസാൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന സിറ്റി, അതേ എമിഗ്രൻസാൽ ഒരു എമിഗ്രൻറ്റ് തെരഞ്ഞെടുത്തിട്ട് അവിടുത്തെ മേയറായിട്ടുള്ള സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പറയുന്നുണ്ട്. കിടിലൻ. New York will remain a city of immigrants, a city built by immigrants, powered by immigrants. And as of tonight, led by an immigrant. എന്താണെങ്കിലും ഇത് കേട്ട ട്രംപിൻ്റെ എല്ലാ കിളികളും 4 ഭാഗത്തോട്ട് പറന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്ക് അതിൽ സംശയമില്ല.